അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനികളെ, വുദൂ എന്നത് നിസ്കാരത്തിന് മുമ്പുള്ള ഒരു ചടങ്ങ് നിർവഹണം അല്ല. വുദൂ എന്നത് നിസ്കാരത്തിന് മുമ്പ് നാം ചെയ്യുന്ന വലിയൊരു അമലാണ്, ഇബാദത്താണ്. ജാബിർ റളിയല്ലാഹു തആല അൻഹുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അസ്സലാത്തു മിഫ്താഹുൽ ജന്ന. നിസ്കാരം എന്നത് സ്വർഗത്തിൻ്റെ താക്കോലാണ്. മിഫ്താഹു സ്വലാത്തി, നിസ്കാരത്തിൻ്റെ താക്കോലാണ് അത്തഹൂറു, ശുദ്ധീകരണം എന്നുള്ളത്. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം, നിസ്കാരത്തിൻ്റെ താക്കോലാണ് ശുദ്ധീകരണം എന്നുള്ളത്. ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്നും ശുദ്ധീകരിക്കുക എന്നത് നിസ്കാരത്തിലേക്കുള്ള താക്കോലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെതായ താക്കോല് കൃത്യമായിരിക്കണം. നമ്മുടെ നിസ്കാരം കൃത്യമല്ല എങ്കിൽ സ്വർഗപ്രവേശനം ദുസ്സഹമായിരിക്കും, പ്രയാസകരമായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിച്ചു തരികയാണ്. നമുക്ക് തോന്നുമ്പോഴൊക്കെ, നമുക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ, അല്ലെങ്കിൽ നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ നിസ്കരിച്ചാൽ പോരാ. നിസ്കാരം എന്നുള്ളത് സ്വർഗത്തിൻ്റെതായ താക്കോലാണ്. അത്ര ഗൗരവത്തിലാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. താക്കോലില്ലാതെ പ്രവേശിക്കാൻ കഴിയില്ല എന്ന നിലക്കാണ്. അതുപോലെ തന്നെയാണ് ആ ഒരു ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ട വിഷയമാണ് ശുദ്ധീകരണം എന്നുള്ളത്. നിസ്കാരത്തിന് മുമ്പ് നാം ചെയ്യുന്ന വുളൂ വളരെയധികം ശ്രദ്ധയോടെയായിരിക്കണം, സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം, ജാഗ്രതയിലായിരിക്കണം. വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. അത് പശയാകട്ടെ, കറയാകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ തേക്കുന്ന എന്തെങ്കിലും കളറുകളാകട്ടെ, വുളൂ മൊത്തത്തിൽ വുളൂഇൻ്റെ അല്ലെങ്കിൽ കുളിയുടെ വെള്ളം ചേരുന്നതിനെ തടയുന്നതൊന്നും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ, വെള്ളം ചേരുന്നതിനെ തടയുന്നതുണ്ടായാൽ വുളൂ സ്വഹീഹാകുകയില്ല. അപ്പോൾ ആ താക്കോല് കൃത്യമല്ല, അതുകൊണ്ട് തന്നെ നിസ്കാരം സ്വഹീഹാകാതെ വരും. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ടതാണ്, വുളൂഇൻ്റെ അവയവങ്ങൾ കഴുകുമ്പോൾ പൂർണ്ണമായ നിലയിൽ കഴുകുക. കൈ കഴുകുന്ന സമയത്ത് മുട്ടിൽ നിന്നും ഒരല്പവും കൂടി കയറ്റി കഴുകണം. അതാണ് സൂക്ഷ്മതയെന്ന് പണ്ഡിതന്മാർ പറയുന്നു. മുട്ടുൾപ്പെടെ കഴുകണമെന്നാണ് പറയുന്നത്. മുട്ട് വരെയാണ് പല ആളുകളും കഴുകുന്നത്. മുട്ടിൻ്റെ ഒരല്പവും കൂടി കയറ്റി കഴുകിയാലാണ് കൃത്യമായ നിലയിൽ നമുക്ക് വുളൂ പൂർണ്ണമായ നിലയിൽ എടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ കാല് കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. ഓരോ മുഖം കഴുകുമ്പോൾ ശ്രദ്ധിക്കണം. വുളൂഇൻ്റെ ഓരോ അവയവം കഴുകുമ്പോഴും ശ്രദ്ധയോടുകൂടെ തന്നെ നാം കഴുകേണ്ടതുണ്ട്. എന്തുകൊണ്ട്? എന്നാലാണ് നമ്മുടെ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ. ഖബറിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് ആ മനുഷ്യൻ മലക്കുകളോട് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഇത്ര ക്രൂരമായി ശിക്ഷിക്കുന്നത്? ആ സമയത്ത് മലക്കുകൾ പറയുന്ന മറുപടി, ഇന്നക സ്വല്ലൈത സ്വലാത്തൻ ബിഗൈരി തഹൂരിൻ. നിന്റെ ജീവിതത്തിൽ നീ ഒരു നിസ്കാരം നിർവഹിച്ചു, ബിഗൈരി തഹൂരിൻ, ശുദ്ധിയില്ലാത്ത നിലയിലാണ് നിന്റെ നിസ്കാരം നീ നിർവഹിച്ചത്. അതുകൊണ്ടാണ് ഈ ശിക്ഷ നിനക്ക് ഞങ്ങൾ നൽകുന്നതെന്ന് മലക്കുകൾ മറുപടി പറയുമെന്നുള്ളതാണ്. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ എത്ര നിസ്കാരം തന്നെ നമ്മൾ ഉപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന നിസ്കാരത്തിന് വേണ്ടി ചെയ്യുന്ന വുളൂ, നമ്മുടെ കുളി, ഇതിലൊക്കെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നുണ്ട്. ഇതിലൊക്കെ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ മരണത്തിന് ശേഷമുള്ളതായ നമ്മുടെ ജീവിതം വളരെയധികം പ്രയാസകരമായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നല്ല നിലയിൽ ഇബാദത്തുകൾ ചെയ്യുവാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിർ ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.